മാന്നാറിലെ കലവയുടെ കൊലപാതകത്തിൽ പോലീസിന് ധാരാളം തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ആ കക്കൂസ് ടാങ്കിനകത്ത് കിട്ടിയ ചില പദാർത്ഥങ്ങൾ അത് സോമൻ എടുത്തു കൊടുത്തത് എല്ലിൻ കഷ്ണമാണോ പല്ല് നഖത്തിൻ്റെ കഷ്ണമാണോ എന്നൊക്കെ ഇനി ഫോറൻസിക് പരിശോധനയിൽ തെളിയണം. പോലീസ് ഈ കേസിനകത്ത് തെളിവ് ശേഖരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 15 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പോലീസ് രംഗത്ത് വരുന്നത്. മരണത്തിന് ശേഷം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. സേഫ്റ്റി ടാങ്കിൽ ഡെഡ് ബോഡി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കക്കൂസിലെ മാലിന്യത്തിൻ്റെ ഒപ്പം അതിനകത്ത് കലയുടെ മൃതദേഹം നിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ ജിനു എന്നയാൾ പറയുന്നത്. ആ കക്കൂസിനുള്ളിലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാലിന്യങ്ങളും അതിലേക്കൊരു ഡെഡ് ബോഡി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന രൂപമാറ്റം അത് 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനകം ശരീരത്തിലുള്ള മാംസളമായ പ്രദേശങ്ങളെല്ലാം അഴുകിത്തീരും. അതിനകത്ത് നമുക്കറിയാം, ഒരു ഡെഡ് ബോഡി വെളിയിലിട്ടാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് മാഗോട്ട്സുകൾ, പുഴുക്കൾ, പെട്ടെന്ന് ഈച്ച മുട്ടയിട്ട് പുഴുക്കളാവും. ആ മാംസം ഭക്ഷിക്കാനായിട്ട് കറുത്ത മാഗോട്ട്സും വെളുത്ത മാഗോട്ട്സും പുഴു കയറി ഇറങ്ങി നടന്ന് അത് ആ മാംസങ്ങൾ തിന്ന് തീർക്കും. 10 ദിവസം കൊണ്ട് ഇത് സാധാരണ ഈ ജോലി പൂർത്തിയാക്കും അവർ. അല്ലെങ്കിൽ മാക്സിമം അനുകൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ 15 ദിവസം. 15 ദിവസം കൊണ്ട് മാംസങ്ങൾ തീർന്ന് സ്കെലിറ്റനൈസേഷൻ ആവും. ആ സ്കെലിറ്റനൈസേഷൻ ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ആ താടിയെല്ലിൽ നിന്നും ആ പല്ലുകൾ കൊഴിഞ്ഞു പോകും. അതോടൊപ്പം നഖവും പൊഴിഞ്ഞു പോകും. ഇത് ഡീക്കേ ചെയ്യാൻ, അഴുകാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇവിടെ കലയുടെ കേസിനകത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആ നഖവും ആ പല്ലും പൊഴിഞ്ഞ് ആ കുഴിക്കകത്ത് ആ മാലിന്യ പദാർത്ഥത്തിനകത്ത് വീണിട്ടുണ്ടാവും. അവിടുന്ന് ഡെഡ് ബോഡി എടുത്തു മാറ്റി ഇരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് എത്ര നാൾ കഴിഞ്ഞായിരിക്കും എടുത്തു മാറ്റിയെന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഏതായാലും 6 മാസത്തിനുള്ളിൽ ഇത് എടുത്തു മാറ്റാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. 6 മാസം അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ പല്ലും നഖവും വെളിയിൽ വന്നിരിക്കാം. അത് തന്നെയായിരിക്കും സോമൻ തപ്പിപ്പിടിച്ചെടുത്തത്. എങ്കിൽ പോലീസ് രക്ഷപ്പെട്ടു. അത് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് തെളിഞ്ഞാൽ, അത് പല്ല് നഖം എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും DNA അത് നമുക്ക് കലയുടെ ശരീരാവശിഷ്ടൻ്റെ ഭാഗം തന്നെയാണോ എന്ന് കണ്ടെത്താൻ പറ്റും. ആ കുടുംബത്തിലുള്ള ആൾക്കാരുടെ DNAക്ക് വളരെ പ്രസക്തമായ കാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പല്ലും നഖവും മാത്രം മതി. പോലീസ് വിഷമിക്കേണ്ട. ആ സ്കെലിട്ടൻ, ആ ഡെഡ് ബോഡി അവിടെ കുഴിച്ചിട്ടു എന്ന് തെളിയിക്കാനുള്ള ഒരു എവിഡൻസ് അത് മതി, DNA. അപ്പോൾ അതുകൊണ്ട് ബാക്കി സംഗതികൾ കണ്ടെത്തിയില്ലെങ്കിലും കേസ് കുറ്റച്ചാർജ് അത് 302 കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് പല്ലും നഖവും തന്നെയായിരിക്കും. കാരണം അതൊരു എക്സ്പെർട്ടാണ് സോമൻ അത് എടുത്ത് ഹാജരാക്കിയത്. അദ്ദേഹം അത് തപ്പി നോക്കുന്നതൊക്കെ നമ്മൾ ചാനലിൽ കണ്ടു. അദ്ദേഹത്തിന് അറിയാം അത് നഖമായിരിക്കാം, അല്ലെ പല്ലായിരിക്കാം. 6 മാസം കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോകുമെന്നുള്ള വസ്തുതയും സോമൻ ചിലപ്പം അറിയാം. എന്തായാലും നമ്മുടെ ശരീരത്തിൽ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ആദ്യം ആയിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ നെർവ് സെൽസും ഓക്സിജൻ കിട്ടാതെ അപ്പം തന്നെ മരിക്കും. പിന്നീട് പതുക്കെ രണ്ടാമത് മരിക്കുന്നത് ഹാർട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കുഴി 4 അടി കുഴി താഴ്ചയുണ്ട്. 4 അടി കുഴിയിൽ താഴ്ചയുള്ള സ്ഥലത്ത് ഡെഡ് ബോഡി ഇട്ടാൽ അത് തീർച്ചയായിട്ടും ആ ടിഷ്യൂ എല്ലാം, മാംസങ്ങളെല്ലാം 10-15 ദിവസത്തിനൊക്കെ ഡീക്കേ ചെയ്യും.
പിന്നെ ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്കറിയാം. അത് പെട്ടെന്ന് തന്നെ ഒരു ഗ്രീൻ കളർ വരും. അത് ബ്ലഡ് ശരീരത്തിലെ ഒരു വശത്തേക്ക് അടിയും. ശരീരത്തിൽ പല മാറ്റങ്ങളും പല കളർ ചേഞ്ചസ് ഉണ്ടാവും. ഗ്രീൻ കളറാവും ആദ്യം, പിന്നീട് റെഡ് കളറായി മാറും. ഏതായാലും സ്കെൽറ്റനായി അവശേഷിച്ച സാധനമായിരിക്കണം ചിലപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ അതിന് തുണിയൊക്കെ എടുത്തു മാറ്റാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. പിന്നെ ആ മലിനജലം കിടന്നിടത്ത് ബാഡ് സ്മെല്ലുകൾ വന്നുകൊണ്ടിരുന്നു. കൂടെ എന്തോ കെമിക്കൽ ഒഴിച്ചതായിട്ട് ഒരു സംശയം. അത് സോമനും അത് തോന്നി. അതിനകത്ത് സാധ്യത ഉള്ളത് സൾഫൂരിക് ആസിഡോ നൈട്രിക് ആസിഡോ ഒഴിക്കാനാണ് സാധ്യത. അതാണ് നമുക്ക് ലോക്കൽ അവൈലബിൾ. പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ അയാൾ നേരത്തെ ഒരു മെയ്സൺ പണിക്കാരനായിരുന്നു ഈ കലയുടെ ഭർത്താവെന്ന് ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നൈട്രിക് ആസിഡും അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ സൾഫൂരിക് ആസിഡോ ഇതൊക്കെ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ സൾഫൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ സ്റ്റീൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. സൾഫൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒഴിക്കാനാണ് സാധ്യത. അതേ സമയത്ത് ഈ ശരീരത്തിലെ എല്ലിൻ കഷ്ണം അത് ഈ ആസിഡ് മീഡിയയിൽ അത് ഉരുകിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉപയോഗം ഗോൾഡ് അതുപോലെ പ്ലാറ്റിനമൊക്കെ സ്വർണ്ണപ്പണിക്കാർ മെൽറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പം ഗോൾഡ് വളരെ ഹാർഡ് മെറ്റലാണ്. അതുപോലെ തന്നെ പ്ലാറ്റിനവും അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കും. അപ്പോൾ അത് ചില തട്ടാന്മാരെന്ന് നമ്മൾ പണ്ട് വിളിക്കുന്ന സ്വർണ്ണപ്പണിക്കാർ ചിലപ്പം അല്പസ്വല്പം ഇതിലൊക്കെ ലയിപ്പിച്ച് സ്വർണത്തിൻ്റെ നമ്മൾ പണിക്ക് കൊടുത്താൽ സ്വർണത്തിൻ്റെ ചില അംശങ്ങൾ അതിന് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്തൊന്ന് മുക്കിയെടുത്താൽ കുറച്ച് അതിനകത്തോട്ട് ലയിച്ച് ചേരും. അങ്ങനെയൊക്കെയുള്ള ശ്രീനിവാസൻ്റെ കഥയൊക്കെ നമുക്കറിയാം. തട്ടാൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ. അപ്പം നമുക്കറിയാം 1000 വർഷം വരെ സ്കെൽറ്റൻ നിൽക്കും. ഈജിപ്തിലെ മമ്മിഫിക്കേഷനൊക്കെ നമുക്കറിയാം. ചില കെമിക്കലൊക്കെ ചേർന്ന് അത് പ്രിസർവ് ചെയ്യുന്ന കാണാം. 1000 വർഷത്തിൽ കൂടുതലൊക്കെ ആ സ്കെൽറ്റൻ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കണ്ടെത്തിയ വളരെയധികം സ്കെൽറ്റന് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പം അസ്ഥികൂടം ലയിച്ച് ചേരാൻ താമസമെടുക്കും. അത് ബ്രേക്ക് ചെയ്ത് തിന്നുന്ന അണുക്കളൊക്കെ അത് തിന്നാൻ ബുദ്ധിമുട്ടാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു ശവപ്പെട്ടിയിൽ അടക്കുന്ന ഒരു മൃതദേഹം എയർ സർക്കുലേഷൻ കുറയും. അതിനകത്ത് മാഗോട്ട്സും മറ്റതൊക്കെ ഈച്ചകളും വന്ന് ചേരാനായിട്ട് ബുദ്ധിമുട്ടും സമയമെടുക്കും. അതുകൊണ്ട് 6 മാസം വരെ അതേപടിയൊക്കെ ഇരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ശവപ്പെട്ടിക്കകത്തും അടക്കുന്നത് ഒന്നും അഴുകലിലോട്ട് പോകാതെ പതുക്കെ വളരെ സ്ലോയിലാണ് അവിടെ അഴുകൽ നടക്കുന്നത്. അത് ചിലപ്പോൾ 1 വർഷം വരെ ഒക്കെ അങ്ങനെ പോയ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും സൾഫൂരിക് ആസിഡ് H2SO4 ഹൈഡ്രജനും സൾഫറും നൈട്രജനും ഓക്സിജനും ഒക്കെ ചേർന്ന് H2SO4. അപ്പം ആ സൾഫൂരിക് ആസിഡിനകത്ത് കുറച്ചുകൂടി തീവ്രമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്തും ഇവ ലയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെയും പല്ലും നഖവും അവിടെ തന്നെ ഉണ്ടാവും. അത് ചിലപ്പം കലയുടെ ഭർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അനിൽ ആ കാര്യത്തിൽ ബോധവനായിരിക്കില്ല. തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും ചിലപ്പം തനിച്ച്. ചിലപ്പം ശരീരഭാഗങ്ങൾ അവിടുന്ന് കീറി മുറിച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും നിക്ഷേപിച്ചിരിക്കാം. അതൊന്നും ഇപ്പം കണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പ്രയാസമാണ്. അത് പറമ്പിൽ എവിടെയെങ്കിലും അതൊക്കെ ഇപ്പം എവിടെ ഇട്ടു എങ്ങനെ ഇട്ടു എന്നൊക്കെ പോയി ചിലപ്പോൾ ആറ്റിലൊഴിക്കുകയോ കടലിലൊഴിക്കുകയോ കായലിലൊഴിക്കുകയോ അതൊക്കെ അയാൾക്ക് സൗകര്യമായിട്ട് 10-15 വർഷം കിട്ടിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് എവിഡൻസ് കൂടുതൽ കളക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പോലീസ് സോമൻ എടുത്തു കൊടുത്തത് അത് മനുഷ്യ ശരീരത്തിലെ നഖമോ പല്ലോ ആണെന്ന് തെളിഞ്ഞാൽ ഈ കേസ് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പ്രോസിക്യൂഷനോട്ട് പോകാം. അതുപോലെ തന്നെ എങ്ങനെ കൊന്നു എന്ന് ഒരു ഹൈപ്പോത്തിക്കൽ തിയറിയെ ഇനിയിപ്പം ഇതുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. കാരണം ആ 5
ഇയാളുടെ കൂടെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി ആ മാലിന്യക്കുഴിയിൽ നിക്ഷേപിക്കാൻ 5 പേര് സഹായിച്ചവരാരും കൊലപാതകത്തിലില്ല എന്നാണ് പറയുന്നത്. അതിനി അവർ 5 പേരെയും അതുപോലെ തന്നെ അനിലിനും കൂടെ വന്നു ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യം ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അന്നത്തെ കാർ ഏതായിരുന്നു, ആ കാർ ഇനി കസ്റ്റഡി എടുക്കാൻ പറ്റുമോ, ആ കാറ് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ, അത് വിറ്റുപോയോ, എങ്കിൽ തന്നെയോ കാറ് കണ്ടെടുക്കണം. കാരണം അത് ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ഏതായാലും ഈ ഒരു സ്കെൽറ്റൻ്റെ ചില അംശങ്ങൾ കിട്ടിയത് മതി പോലീസിന്. അത് കലയുടെ ആണെന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടില്ല. 15 വർഷത്തിന് ശേഷം ലഭിക്കുന്ന ശരീരാവശിഷ്ടങ്ങളുടെ പുറത്താണ് ഈ കേസ് ബിൽഡ് ചെയ്ത് പോകേണ്ടതെന്ന് പോലീസ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ കലയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, DNA എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അവരുടെ കുഞ്ഞമ്മ ജീവിച്ചിരിപ്പുണ്ട്, അവരെ DNA എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പല്ലും നഖവുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി. അതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഇത് മുഴുവൻ ബിൽഡ് ചെയ്യുന്നത്. എങ്കിലും 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 പേര് വെളിയിൽ നിൽപ്പുണ്ട്. അവർ സത്യസന്ധമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ അത് ധാരാളം മതിയാവും അനിലിന് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ. ഏതായാലും അനിൽ 2ാം വിവാഹം കഴിച്ചു, ഒരു കുട്ടിയും ഉണ്ട്. അതിൽ 2 ആൺകുട്ടികൾ അദ്ദേഹത്തിനുണ്ട് ഇപ്പം. ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസ് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ അന്വേഷണം കൊണ്ടുപോകണം. 21 പേരെങ്ങാണ്ട് ഇപ്പോൾ ആ അന്വേഷണത്തിനകത്ത് അവർ ടീമിലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചും വൈദഗ്ധ്യവുമായിട്ടും ഇൻ്റലിജൻ്റായിട്ടും മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായി അനലൈസ് ചെയ്യണം. ഒരാൾ പറഞ്ഞിരിക്കുന്നല്ലോ അവിടെ കൊണ്ടുപോയി ഈ ബോഡി നിക്ഷേപിച്ചെന്ന്, അതുകൊണ്ട് അതിനി മാറ്റമൊന്നും വരില്ല. അവിടുന്ന് ചില അംശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അത് തന്നെയല്ല, ആ പെൺകുട്ടി കയ്യിൽ ധരിച്ചിരുന്നൊരു വള ലഭിച്ചിട്ടുണ്ട്. ആ വള എവിടുന്ന് വാങ്ങിച്ചു, അതിൻ്റെ കട കണ്ടെത്താൻ പറ്റുമോ, അതിന് രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ധാരാളമുണ്ട്. പക്ഷേ ആ വള കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞമ്മയ്ക്കും മറ്റുള്ളവർക്കും എന്ത് വളയായിരുന്നു, ഏത് ടൈപ്പായിരുന്നു, അതേ സമാന രീതിയിലുള്ള വള ഇപ്പം മാർക്കറ്റിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്കിലും പെൺകുട്ടി ഒരു കമ്മലെങ്കിലും സ്വർണം ഇടുമല്ലോ, ആ സ്വർണത്തിൻ്റെ കമ്മൽ റെക്കവർ ചെയ്യേണ്ടി വരും. ആരാണ് ആ കമ്മൽ എടുത്തുകൊണ്ട് പോയത്, മാലയുണ്ടെങ്കിൽ മാലയുടെ ആ കാര്യമൊന്നും ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. പോലീസ് ചോദിച്ചിട്ടുണ്ടാവും. കാതിൽ ഉള്ളതും കഴുത്തിലുള്ളതും പാദസരം വല്ലതും ഉണ്ടോ, പെൺകുട്ടികളാണ് ചിലപ്പോൾ അത് അണിഞ്ഞെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വളരെയധികം നോക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ചെറിയ ജഡ്ഡിയുടെ കഷ്ണത്തിൻ്റെ ബെൽറ്റ്, അതിൻ്റെ ചെറിയ വള്ളി ഏതോ ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ കെമിക്കൽ ഇട്ടതുകൊണ്ട് തീർച്ചയായിട്ടും ആ മുടികളെല്ലാം മെൽറ്റ് ചെയ്ത് പോയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതായാലും പോലീസ് സൂക്ഷ്മതയോടെ ഈ തെളിവുകൾ ശേഖരിക്കും എന്ന് ഞാൻ കരുതുന്നു.